ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തി ക്രിസ്തുവിൽ ശരണം പ്രാപിക്കുന്ന അനുഭവമാണ് നോമ്പ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയിൽ നമ്മുടെ യാചനകൾ എപ്രകാരമായിരിക്കണം എന്ന് ക്രിസ്തു ഇവിടെ വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ യാചനകൾ? നാം ദിനം പ്രതി ഒരുപാട് തവണ ചൊല്ലാറുള്ള പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. എന്നാൽ ഓരോ തവണ ഈ പ്രാർത്ഥന ഉരുവിടുമ്പോഴും എത്രമാത്രം അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് ഉരുവിടുവാൻ നമുക്ക് സാധിക്കുന്നു എന്നത് നാം ചിന്തിക്കണം. ഓരോ തവണ ഒരു ഒഴുക്കിന് ചൊല്ലിപ്പോകുന്നു എന്നല്ലാതെ ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ 3 യാചനകളുണ്ട്. മാനുഷികമായി ഏതൊരു മനുഷ്യനും തൻ്റെ പ്രാർത്ഥനയിൽ യാചിക്കുന്ന 3 മാനുഷിക യാചനകൾ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി നൽകണമേ എന്നുള്ള പ്രാർത്ഥന. ആഹാരം എന്നത് ഒരു പ്രതീകമാണ്, മനുഷ്യൻ്റെ ദൈനംദിന ആവശ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രതീകം. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പലപ്പോഴും നാം ദൈവം മുൻപാകെ ആയിരിക്കുന്നത് ആവശ്യങ്ങളുടെ, ആഗ്രഹങ്ങളുടെ ഒരു നീണ്ട പട്ടികയുമായിട്ടാണ്. നമ്മുടെ ആവശ്യങ്ങൾ നൽകുന്നവനല്ല ദൈവം, നമുക്ക് ആവശ്യമുള്ളത് നൽകുന്നവനാണ് ദൈവം എന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നു. ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു കടിഞ്ഞാണിട്ടുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നോവിൻ്റെ അൻപ് ആചരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് നോമ്പ്. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. എന്താണ് പാപം? ക്രിസ്തുവിൽ നിന്നുള്ള അകൽച്ചയാണ് പാപം. ദൈവമേ, ഏതെങ്കിലും സമയത്ത്, ഏതെങ്കിലും നേരത്ത്, എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും അങ്ങയിൽ നിന്ന് അകലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടിയനോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. നോമ്പ് ക്രിസ്തുവുമായിട്ടുള്ള അകലം ഇല്ലാതെയാക്കുന്ന അനുഭവമാണ്. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തു പോലും പരസ്യ ശുശ്രൂഷ വേളയുടെ ആദ്യ കാലഘട്ടത്ത് പരീക്ഷയിൽ അകപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷയിൽ അകപ്പെടുന്നതിനെക്കുറിച്ച് അകപ്പെടാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. നോമ്പിൻ്റെ കാലഘട്ടം പരീക്ഷയിൽ നിന്നും ദുഷ്ടനിൽ നിന്നും അകലം പാലിക്കുവാനുള്ള ആർജവം ഉൾക്കൊള്ളേണ്ട കാലഘട്ടമാണ്. നോമ്പ് പരീക്ഷയിൽ നിന്നും ദുഷ്ടനിൽ നിന്നും അകലം പാലിക്കുവാനുള്ള ആർജവം ഉൾക്കൊള്ളേണ്ട കാലഘട്ടമാണ്. ഈ ഭാഗത്തിൻ്റെ അവസാന വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുന്നതിനെപ്പറ്റി നാം വായിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്ന ദൈവം, നമുക്ക് അധികം നൽകുന്ന ദൈവം. പലപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ലഭിച്ചില്ല എന്ന് പരാതി പറയുമ്പോൾ നാം മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ളതൊന്നും നാം ചോദിച്ചിട്ടല്ല ദൈവം നൽകിയത് എന്നുള്ള വസ്തുത നാം മറന്നു പോകുന്നു. നോമ്പ് ലഭിച്ച നന്മകളുടെയും പ്രാപിച്ച അനുഗ്രഹങ്ങളുടെയും ഓർമ്മപ്പെടുത്തലായി മാറട്ടെ. ഈ നോമ്പിൽ ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തി ക്രിസ്തുവുമായി ചേരുന്ന അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.